എവരിവൺ, വെൽക്കം ബാക്ക് ടു സാലാം ലേണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ മക്കളെ, നമുക്ക് നെക്സ്റ്റ് മന്ത് ആണ് നമ്മുടെ ഓണപരീക്ഷ വരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി നല്ല രീതിയിലൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് വന്നിരിക്കുന്നത് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രയോജനങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും ടൈം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ മക്കൾക്ക് കുറച്ച് ഉപകരണങ്ങളുടെ പേരുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്, അവരുടെ ഉപയോഗങ്ങളും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. അപ്പൊ ഏതെല്ലാം ഉപകരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അവരുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യം ട്രാക്ടർ. മക്കൾ കണ്ടിട്ടുണ്ടോ ട്രാക്ടർ? ട്രാക്ടർ എന്തിനാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? നിലം ഉഴുതുമറിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അരിവാൾ ഉപയോഗിക്കുന്നുണ്ട്. അരിവാൾ എന്തിനാ ഉപയോഗിക്കുന്നത്? പുല്ല് ചെത്താന്, കാട് വെട്ടാന്, ഇതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ അരിവാൾ അല്ലെങ്കിൽ വാക്കത്തി മുതലായവയൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി മൺവെട്ടി കണ്ടിട്ടുണ്ടോ? മൺവെട്ടി എന്തിനാ? മണ്ണ് കിളയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. പിക്കാസും അതുപോലെ തന്നെ നമ്മൾ മണ്ണ് കിളയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ്. ഇനി പുല്ലുവെട്ട് യന്ത്രം എന്തിനാണ്? യെസ്, ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ കീറുന്ന പുല്ലൊക്കെ ഇങ്ങനെ വെട്ടിക്കളയാനായിട്ട്, കളകളൊക്കെ മുറിച്ചു മാറ്റാനായിട്ട്. പിന്നെ കുട്ട എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മണ്ണ്, വളം എന്നിവ ചുമക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഉപകരണങ്ങളുടെ പേരെങ്കിലും മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ തന്നെ അവരെന്തിനാണ് ഉപയോഗിക്കുന്നത്, അവരുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇവിടെ നമുക്ക് ഒരാളെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവരെന്താ പറയുന്നത്? ഒത്തുപിടിച്ചാൽ മലയും പോരും. മക്കളെ, എവിടെയെങ്കിലും ഇതുപോലുള്ള വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്, ഇതൊരു പഴഞ്ചൊല്ലാണ് അല്ലെ. അപ്പൊ ഇതുപോലെ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതിയാലോ. ഏതെല്ലാം പഴഞ്ചൊല്ലുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്? കൃഷിയുമായി ബന്ധപ്പെട്ട കടങ്കഥകള്, പഴഞ്ചൊല്ലുകള്, ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നോ രണ്ടോ എങ്കിലും നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞു വെക്കുക. അപ്പൊ നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കാം. ഉഴുതു വരുന്നവനെ തൊഴുതുണ്ണണം. യെസ്, അപ്പൊ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ മക്കള്? നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ബോക്സിലാക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഏതാ പറഞ്ഞത്? ഉഴുതു വരുന്നവനെ തൊഴുതുണ്ണണം. അടുത്ത എന്താണ്? എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അടുത്തത് വിത്ത് ഗുണം 10 ഗുണം. ഇത് മക്കൾ കേട്ടിട്ടുണ്ടാവും. വിത്താളം ചെന്നാൽ പത്തായം നിറയും. യെസ്. ഇനി അടുത്തത് ഞാറില്ലെങ്കിൽ ചോറില്ല. വിത്ത് കുത്തി ഉണ്ണരുത്. ഇനി അവസാനത്തത് കള പറിച്ചാൽ കളം നിറയും. അപ്പൊ ഇതൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകളാണ്. അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ, നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ഒരു സ്വന്തം യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ട്സിനോടൊക്കെ പറയുക. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.